ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രാജേഷ് ബിൻ. നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബ്രെഡും കുറച്ച് വെജിറ്റബിൾസും ഒരു മുട്ടയും ഒക്കെ ചേർത്ത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ബ്രെഡ് നമുക്ക് ഒരു ബൗളിലോട്ട് കൈകൊണ്ട് ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. മൂന്ന് സ്ലൈസ് ബ്രെഡും ഞാനിപ്പം ഇതിലോട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത് ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ക്യാരറ്റൊക്കെ ചില കുട്ടികൾക്ക് കഴിക്കാനായിട്ട് നല്ല മടിയുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ നമുക്കിത് ധാരാളമായിട്ട് ചേർത്ത് ഇതുപോലുള്ള സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അവരെ നമുക്ക് കഴിപ്പിക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ചേർക്കുന്നത്. കുട്ടികൾ പച്ചമുളകിൻ്റെ എരിവ് ഒട്ടും സഹിക്കില്ലെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ബ്രെഡിന് ഓൾറെഡി കുറച്ച് മധുരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂണിലും താഴെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞ് ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുവാണ്. നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഈ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ തൽക്കാലം കോൺഫ്ലോർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കടലമാവ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡൊക്കെ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളിത് കൈവച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം ഒന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു 2-3 സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതിലും കൂടുതൽ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ടെങ്കിൽ 4-5 സ്പൂൺ പാല് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ പാല് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഈ സ്നാക്ക് കുറച്ചുകൂടി ഹെൽത്തി ആകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് ഒരു മുട്ട ഇളക്കി പൊരിച്ചതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈവച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മിക്സിൽ നിന്നും ഒരു ചെറിയ ബോളിൻ്റെ വലുപ്പത്തിൽ കുറച്ച് കയ്യിലോട്ടെടുക്കുവാണ്. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ കയ്യിൽ ഈ വിരലുകൾ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണമെന്ന് നിർബന്ധമില്ല. ചെറിയ ബോൾസ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ മിക്സ് എല്ലാം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് വറുത്ത് കോരിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയുടെ അളവ് ഞാൻ പ്രത്യേകം പറയുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പം ഫ്ലെയിം ആദ്യമേ തന്നെ ഒന്ന്
മീഡിയത്തിലോട്ട് മാറ്റണം. അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫുള്ളായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് മാറുന്നത്രോ നേരവും നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അതിനു മുമ്പ് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് മറിച്ചും തിരിച്ചു വിട്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ബാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നതും കൂടി ഞാനിപ്പോൾ എണ്ണയിലോട്ടിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതെല്ലാം വറുത്ത് കോരിയെടുത്ത് കഴിഞ്ഞു. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കാരണം നമ്മളിതിൽ വെജിറ്റബിൾസും നെയ്യും അതുപോലെ മുട്ടയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം നിർബന്ധമായിട്ടും നിങ്ങളുടെ വീടുകളിലെ കുട്ടികൾക്ക് ഇതൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻസായി എഴുതുക. പുതിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.